അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മസമർപ്പണത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ഓർമ്മ സ്മരണകളുമായി വീണ്ടും വരുന്ന നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ബീബി ഹാജറ റളിയല്ലാഹു അൻഹായുടെയും ജീവിത ത്യാഗ സ്മരണകളാണ് ഓരോ ബലിപെരുന്നാളും നമുക്ക് നൽകുന്ന സന്ദേശമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ നാം നേരിട്ടവരാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലായ കൊറോണയും പ്രളയമായാലും ദുരിതങ്ങളായാലും ദുരന്തങ്ങളായാലും അതെല്ലാം എത്രയോ ആവലാതയോടു കൂടിയാണ് നാം നേരിട്ടിട്ടുള്ളത്. എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷണങ്ങൾ തൻ്റെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണങ്ങളിലെല്ലാം ഉന്നതമായ വിജയം കൈവരിച്ചത്. നമ്രൂദ് എന്ന നീചനായ ശത്രു എന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നി തീക്കുണ്ടാരമായ ആ തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയപ്പെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാതൊരു ഭയവുമില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്നെല്ലാം പൂർവാധികം വിജയിക്കുകയായിരുന്നു. തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ തന്റെ കുടുംബം എന്നുള്ളത് മഹദിയായ ഹാജറ ബിബി റളിയല്ലാഹു അൻഹയെയും ചോരപ്പൈതലായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മക്കയിൽ ഉപേക്ഷിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോഴും മറ്റൊന്നും ചിന്തിക്കാതെ അവർ രണ്ടുപേരെയും തനിച്ചാക്കിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ തനിച്ചാക്കി ആ മക്ക എന്ന നാട് വിട്ടു പോകുന്നതും നാം ഓർക്കേണ്ടത് തന്നെയാണ്. ആ മക്ക എന്ന ഒറ്റ പ്രദേശത്ത് ഭാര്യയായ ഹജറ ബിബി റളിയല്ലാഹു അൻഹയെ തനിച്ചാക്കി പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് തെല്ലുപോലും നോക്കാതെയായിരുന്നു നടന്നിരുന്നത്. ഹജറ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഇബ്രാഹിം നബിയെ, ഒരുപാട് വിളിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തെന്നു നോക്കുന്നില്ല. അവസാനം മഹദിയായ ഹജറ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ഹജറ എന്ന ഉമ്മയുടെ ആ ഒരു ഈമാനികമായ ഒരു സമ്പൂർണത അവിടെ വെളിവാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് ഹജറ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലോ ഇബ്രാഹിം നബിയെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരൊറ്റ മറുപടി, അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോൾ മഹദിയായ ഹജറ ബിബി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നൊരു മറുപടിയുണ്ട്, എന്നാൽ നിങ്ങൾ മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക, എന്റെ കാര്യവും എന്റെ റബ്ബ് തന്നെ നോക്കിക്കൊള്ളും. തന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നോണം വർഷങ്ങൾക്ക് ശേഷം തനിക്കുണ്ടായ ഇസ്മായിൽ എന്ന മകനെ അള്ളാഹുവിന്റെ അടുത്ത പരീക്ഷണമായ അള്ളാഹുവിനു വേണ്ടി തന്നെ ബലിയർപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വപ്നത്തിലായി അറിയിക്കുകയും ഒന്നാമതും രണ്ടാമതും മൂന്നാമതായി അറിയിച്ചതായ സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിക്കുള്ള അടുത്ത പരീക്ഷണമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നിന്നെ റബ്ബിന് വേണ്ടി അറുത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ 7 വയസ്സായ ഇസ്മായിൽ എന്ന പൊന്നുമകന്റെ ആ ഒരു ഈമാനികമായ മറുപടിയാണ് നാം ഓർക്കേണ്ടത്. എൻ്റെ ഉപ്പ, അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പൂർവാധികം നിർവഹിച്ചു കൊള്ളുക, നാളെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്ത് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം. അങ്ങനെ ആ പരീക്ഷണം നിർവഹിക്കാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നല്ല രൂപത്തിൽ ഒരുക്കിക്കൊണ്ട് നല്ല പുതിയ വസ്ത്രം തന്നെ ധരിപ്പിക്കാൻ ഉമ്മയായ ഹജറ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ഉമ്മയായ ഹാജർക്ക് അറിയില്ല തന്റെ മകനെ അറുക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന്. അങ്ങനെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പുതുവസ്ത്രം തന്നെ ധരിപ്പിച്ചുകൊണ്ട് ഉപ്പയായ ഇബ്രാഹിമിനോട് കൂടെ പറഞ്ഞയക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കയ്യിൽ കയറും മറു കയ്യിൽ ഒരു കത്തിയും പിടിച്ചുകൊണ്ട് തന്റെ മകനെ കൈ പിടിച്ച് അങ്ങലെ ആ മലമുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ആ മലമുകളിൽ എത്തിയതായ സന്ദർഭത്തിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പൊന്നോമകൻ ഉപ്പയോട് പറയുന്നുണ്ട്, ഉപ്പ, എനിക്കൊന്ന് 2 വസിയത്തുണ്ട്. എന്താ നിന്റെ വസിയത്ത് എന്ന് ചോദിക്കുമ്പോൾ ഇസ്മായിൽ എന്ന പൊന്നോമന മകൻ പറയുകയാണ്, ഉപ്പ, എന്നെ അറുക്കുന്നതായ സന്ദർഭത്തിൽ എന്നെ കമഴ്ത്തി കടക്കണം. അതെന്തെന്ന് ചോദിക്കുമ്പോൾ എന്നെ മലർത്തി കടത്തിയാൽ എന്റെ മുഖം നോക്കി അറുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല. മറ്റൊരു വസിയത്ത് എന്നുള്ളത്, എന്നെ അറുക്കുമ്പോൾ എന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെടണം. കാരണം എന്നെ അറുക്കുമ്പോൾ ഞാൻ വേദനയും യാതനയും കൊണ്ടുകൊണ്ട് എൻ്റെ കൈകാലുകൾ ഇട്ട് പടക്കുന്നതായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷണം നിർവഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെടണം. പിന്നെയോ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടാവണം. അതിൻ്റെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് നേരം മുറിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കതിന് കഴിയുകയില്ല എന്ന
ഈ പൊന്നോമന മകന്റെ വസിയത്തിന്റെ മുമ്പിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അമ്പരന്ന് പോവുകയാണ്. മകന്റെ വസിയത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തന്നെ കൈകാലുകൾ ബന്ധിച്ച് നല്ല മൂർച്ചയുള്ള കത്തിയെടുത്ത് കമഴ്ത്തി കടത്തി മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നതായ സന്ദർഭത്തിൽ മുഖറബിൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിം നബിയെ, ഈ പരീക്ഷണത്തിന് നിങ്ങൾ പൂർവാധികം വിജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആടിനെ അറുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷണത്തിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമായ ആ പരീക്ഷണത്തിനും ഉന്നതമായ വിജയം തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാഴ്ചവെക്കുകയാണ്. തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പരിശുദ്ധമായ ഖുർആൻ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ചത് കാന ഇബ്രാഹിം ഉമ്മ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു സമുദായമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ചത്. തുടങ്ങി ഒരുപാട് പരീക്ഷണം ഉണ്ടായെങ്കിലും അതിലെല്ലാം പൂർവാധികം വിജയിച്ചു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരാറുണ്ട്. അതിലെല്ലാം റബ്ബിനോടുള്ള അത്യഞ്ജനമായ വിശ്വാസം നഷ്ടപ്പെടാതെ എല്ലാ റബ്ബിലേക്ക് തവക്കുലാക്കിയാൽ, അല്ലാഹ് കൂടെയുണ്ടെന്ന വിശ്വാസം നമ്മളിലേക്ക് ഉണ്ടായാൽ നമ്മുടെ പരീക്ഷണമൊന്നും ഒരു പരീക്ഷണമായി നമുക്ക് തോന്നുകയില്ല. ഒരു വിഷയം എന്നുള്ളത്, ഈ ബലിപെരുന്നാൾ സുന്ദരമായ രൂപത്തിൽ നാം കൊണ്ടാടുന്നതായ സമയത്ത് ഒരു കൂട്ടം നമ്മെ പോലുള്ള, നമ്മുടെ മക്കളെ പോലുള്ള, നമ്മുടെ കുടുംബത്തെ പോലുള്ള ഒരു സമുദായം തൊട്ടപ്പുറത്ത് ഗസ എന്ന രാജ്യത്ത് ഒരുപാട് പീഡനങ്ങളും യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് അവരെല്ലാം കടിച്ചമർത്തി സഹിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം വളരെ സുന്ദരമായ രൂപത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴും നല്ല പുതുവസ്ത്രം ധരിക്കുമ്പോഴും നല്ല റാഹത്തോട് കൂടിയിട്ട് പള്ളിയിൽ ചെന്നുകൊണ്ട് നമസ്കരിക്കുമ്പോഴെല്ലാം നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഇതിനൊന്നും കഴിയാതെ അവരെല്ലാം വളരെ വേവലാതിയോട് കൂടിയാണ് അവരെല്ലാം ഈ പെരുന്നാളിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മോടൊപ്പം അവരുണ്ട്, അവരോടൊപ്പം നമ്മളുണ്ടെന്നൊരു ചിന്തയും ആ ഒരു മാനസികമായ ധൈര്യവും നമുക്കെപ്പോഴും അവർക്ക് നൽകേണ്ടതുണ്ട്. നമുക്കവർക്ക് ചെയ്യാനുള്ള ഒരേ ഒരു ആയുധം എന്നുള്ളത് നമ്മുടെ ദുആ മാത്രമാണ്. അതുകൊണ്ട് ഈ സുന്ദരമായ സുദിനത്തിൽ അവരെയും നാം ചേർത്ത് പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിപെരുന്നാൾ സുദിനത്തിന്റെ എല്ലാവിധ ആശംസകളും സബീലുസ്സലാം ജുമാ മസ്ജിദിന്റെയും സുബീലുസ്സലാം ദർസ് കുറുവട്ടൂരിന്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.